ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ കണ്ണിനടിയിൽ കറുപ്പ് വലിയൊരു പ്രശ്നമാണല്ലേ. അപ്പോൾ ഈ കണ്ണിനടിയിലുള്ള കറുപ്പ് മാറാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു റെമഡി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതായത് ചിലർക്കുള്ളൊരു പ്രശ്നമാണ് കണ്ണിന് ചുറ്റും നല്ല രീതിയിൽ കറുപ്പ് വരിക, അല്ലെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ നല്ലതായിട്ടുള്ള റിങ്കിൾസ് വരിക, നല്ല ചുളിവുകളും കാര്യങ്ങളും വരിക, അല്ലെങ്കിൽ ഒരു പഫിനെസ് വരിക. ഇതൊക്കെ ചിലർക്കുള്ള പ്രശ്നങ്ങളാണല്ലേ. അപ്പം ഇതിന് പറ്റിയ ഒരു ഹോം റെമഡി ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ തരുന്നത്. അങ്ങനെ നമ്മൾ പുറത്ത് പോയി അല്ലെങ്കിൽ പുറത്തുനിന്ന് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സോ ക്രീമോ മാത്രം വാങ്ങി യൂസ് ചെയ്താലാണ് നമുക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നൊന്നും ആരും കരുതണ്ട. നമുക്ക് നമ്മുടേതായ രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ എന്തൊക്കെ എന്തിൻ്റെ കൂടെ ചേരണം എന്നുള്ളത് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. കുറച്ച് ദിവസം ഒന്ന് നീണ്ടു പോകുന്നുള്ളതല്ലാതെ നല്ലൊരു റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ ആലോവേറ ജെല്ലാണ്. ആലോവേറ ജെല്ല് ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കളറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ജെല്ല് നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. ഇതിലൊരു 2 സ്പൂണ് നമ്മുടെ റോസ് വാട്ടറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഇതിലൊരു 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് 2 ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 സ്പൂൺ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെറം ചെയ്യാനായിട്ട് വേണ്ടത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താലേ ഇത് മിക്സായി വരുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ താഴെയാണ് കേട്ടോ വെക്കേണ്ടത്. വെച്ച് തണുപ്പിച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് 1 മാസം വരെ കേട് കൂടാതെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതാണ് കേട്ടോ സംഭവം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1 മണിക്കൂർ, ഫ്രീസറിലല്ല വെക്കേണ്ടത്, താഴെ നോർമൽ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കേണ്ടത്. കാരണം നമ്മൾ കണ്ണിനടിയിൽ വെക്കുമ്പോൾ ചെറിയ ഒരു കൂളിംഗ് ഉള്ളത് നല്ലതാണ്, ആ പഫിനെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മാസം വരയ്ക്കൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഡെയിലി നമ്മളിത് ചെയ്യണം. അപ്പോൾ ഇത് കാണാവേ, ഇത് കണ്ടില്ലേ, ഇതാണ് ആ ഒരു ക്രീം. നല്ല തണുപ്പായിട്ടാണ് കേട്ടോ ഇരിക്കണേ. ഇതാണ് ആ ഒരു സെറം. അതായത് ഈ സെറം ഞാൻ എങ്ങനെ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഇതൊരു നമ്മുടെ ഈ അണ്ടർ ഐയിലൊക്കെ വെക്കുന്ന ഒരു മാസ്ക് പോലത്തെ ഒരു സെറം പോലത്തെ എന്ത് വേണമെങ്കിലും പറയാട്ടോ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് അണ്ടർ ഐ പാച്ചസ് ആക്കണ്ടേ എന്ന് കണ്ടിട്ട് വരാവേ. അപ്പം ഞാൻ അതിനിവിടെ എടുത്തിരിക്കുന്നതാണ് കോട്ടൺ പാഡ്സ് എന്ന് പറയുന്ന സംഭവം. ഇത് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. റേറ്റ് ഇതിൽ 240 ആണ് കിടക്കുന്നത്. 240 ഒന്നും അല്ല കേട്ടോ, ഓഫറിന് എങ്ങാണ്ട് ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട്, 100 നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു 50 ദിവസത്തേക്ക് കാണും. നമ്മൾ 2 കണ്ണിലും കൂടെ വെക്കുകയാണെങ്കിൽ, ഒരു പെയർ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിലിതേ കോട്ടൺ പാഡ് ഞാനിത് യൂസ് ചെയ്യുന്ന കേട്ടോ. നമ്മുടെ ഈ മുഖത്ത് മറ്റേ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കോട്ടൺ പാഡ്സ് ഉണ്ടല്ലോ, അതാണ്. ഇത് ഇങ്ങനെയാണ് റൗണ്ടിൽ ഇത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമുക്ക് ഈ ഒരു സംഭവം പാച്ചസ് ആക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ ഇതിലേക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ ഇട്ടങ്ങ് മുക്കിയെടുക്കരുത് കേട്ടോ. കാരണം ഓവറായി പോവും. അത്രയും സെറം നമുക്ക് ആവശ്യമില്ല. നമ്മൾ കണ്ണിനടിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓവറായിട്ട് ഇതിൽ സെറം ഇരുന്നതിനാലും അത് കണ്ണിനുള്ളിൽ പോയിട്ട് നമുക്ക് ഭയങ്കരമായ രീതിയിൽ ഇറിറ്റേഷൻ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഇതിങ്ങനെ എടുക്കുക, കുറച്ച് സെറം ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നോക്കിക്കോണേ, കൈ കൊണ്ട് ഇതിലേക്ക് ഇങ്ങനെ 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 തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇങ്ങനെ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ വേണ്ടത് മൊത്തത്തിൽ. അപ്പം ഞാൻ തേച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സെറം എടുത്തിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഫുള്ള് ഇങ്ങനെ ഒന്ന് തേക്കണം. നമ്മൾ ഏത് പാർട്ടാണോ കണ്ണിൽ വെക്കുന്നത് ആ സൈഡിൽ വേണം കേട്ടോ ഇതിങ്ങനെ തേക്കാനായിട്ട്. ഇച്ചിരി കൂടുതലായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ തേച്ചെടുത്തിട്ടുണ്ട്.
ഇത് ദേ ഇങ്ങനെ അങ്ങോട്ട് കയ്യിലെടുക്കുക. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ആ തേച്ച സംഭവം നമ്മളിത് കണ്ണിൽ അങ്ങോട്ട് വെക്കണം കേട്ടോ. അതായത് ഈ സൈഡല്ല വെക്കേണ്ടത്, നമ്മൾ ഈ തേച്ച സൈഡ് ഉണ്ടല്ലോ ഇതിൽ. അപ്പൊ ഇതിൽ നമുക്ക് ഒരു വട്ടം യൂസ് ചെയ്യാനായിട്ടുള്ള അത്രത്തോളം സെറുണ്ട് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ വെക്കണേന്ന് വെച്ചാൽ അത് നമ്മൾ തേച്ച ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ കയ്യിലെടുക്കുക. എന്നിട്ട് ദേ ഇങ്ങനെ അങ്ങോട്ട് കണ്ണിൽ വെക്കുക കേട്ടോ. കണ്ടില്ലേ? ഇങ്ങനെ അമക്കി ഒന്ന് കൊടുക്കണം കേട്ടോ ചെറുതായിട്ട്. ഇതേപോലെ ഇപ്പുറത്തെ കണ്ണിൽ നമ്മൾ വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ എന്തെങ്കിലും ഒന്ന് റിലാക്സ് ആയിട്ട് എന്തെങ്കിലും പാട്ടോ എന്തെങ്കിലും കേട്ട് കിടക്കുക. എന്നിട്ട് ഇതേ ഞാനിപ്പം 10 മിനിറ്റ് വെക്കുന്നില്ല കേട്ടോ, കാണിക്കുകയാണ്. ഇതിങ്ങനെ എടുക്കുക. എടുത്ത് കഴിയുമ്പോൾ ഇതിലെ ബാക്കി സെറം നമ്മുടെ ഈ ഒരു കണ്ണിൽ കാണും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് നല്ല രീതിയിൽ റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ കഴുകി കളയണമെങ്കിൽ കഴുകി കളയാം, കഴുകി കളയണ്ടെങ്കിൽ കഴുകി കളയേണ്ട കാര്യമില്ല കേട്ടോ, അങ്ങനെ വിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഇതല്ല, നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സംഭവം ഇല്ല, ഇത് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, നമുക്കതില്ലാതെയും ചെയ്യാം. ഇത് കുറച്ച് ഇങ്ങനെ എടുക്കുക. ഇതിൽ നിന്ന് കുറച്ച് സെറം ഇങ്ങനെ അങ്ങോട്ട് കയ്യിലെടുക്കുക. എന്നിട്ട് ഞാൻ കാണിച്ചാലേ കണ്ണിൽ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക. ഓക്കെ, ചിലർക്ക് ഈ കണ്ണിൻ്റെ അണ്ടറയിൽ ഇവിടെ മാത്രമേ കാണുള്ളൂ, ഇവിടെ മാത്രമേ അല്ലെങ്കിൽ ഇവിടെ മാത്രം തേച്ചാൽ മതി. പക്ഷെ എനിക്ക് ഇവിടെ അല്ലായിരുന്നു കേട്ടോ, എനിക്കിത് ഇവിടെയും വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവിടെയും കൂടി ഇങ്ങനെ തേച്ച് കൊടുക്കുക. അതായത് കണ്ണിന് ചുറ്റും ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. കണ്ടില്ലേ? തേച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഇത് ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് വൈപ്പ് ഓഫ് ചെയ്ത് കളയുക. ഇല്ലെങ്കിൽ മുഖത്ത് തന്നെ വെച്ചേക്ക്, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് ഒരു ഡെയിലി സ്കിൻ കെയർ ആയിട്ട് വരുവാണെങ്കിൽ ഇത് വളരെ കുറച്ചെടുത്തിട്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഉണങ്ങും കേട്ടോ. എന്നിട്ട് ഒരു അൺഡ്രൈ ക്രീമോ ജെല്ലോ ആയിട്ടും ഇത് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഒരു കൺസേൺ കണക്കിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിനടിയിലുള്ള പഫിനെസ്സും റിങ്കിൾസും അതേപോലെ ഡാർക്ക്നെസ് ഒക്കെ മാറാൻ ഭയങ്കരമായ രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മളിതിൽ വൈറ്റമിൻ ഇ എന്തിനാണ് ചേർത്തിരിക്കുന്നതെന്ന് കുറച്ച് പേർക്ക് തോന്നും. നമ്മളിതിൽ വൈറ്റമിൻ ഇ ചേർത്തിരിക്കുന്നത്, വൈറ്റമിൻ ഇ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് നമ്മുടെ ഈ ഒരു കണ്ണിനടിയിൽ വർക്കാവും കേട്ടോ. അതായത് അപ്പോൾ നമ്മുടെ കണ്ണിൽ ഈ ചുളിവുകളൊക്കെ വരുമല്ലോ, ഇവിടെയൊക്കെ ഒരു ഏജ് കഴിയുമ്പോൾ ഭയങ്കരമായ ചുളിവുകളും കാര്യങ്ങളൊക്കെ വരത്തില്ലേ, അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനാണ് നമ്മൾ ഈ ഒരു വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂൾ ചേർത്തിരിക്കുന്നത്. അതിപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിലും ഏത് സ്കിൻ ആണെങ്കിലും നിങ്ങളത് ചേർക്കുക. മാത്രമല്ല പിഗ്മെൻറ്റേഷൻ മാറാനും വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നല്ലതാണ്. ക്യാപ്സ്യൂളിലുള്ള ഓയിലാണ് കേട്ടോ, അത് ക്യാപ്സ്യൂളല്ല, അതിനുള്ളിലെ ഓയിൽ നല്ലതാണ് കേട്ടോ. പിന്നെ ആലുവേറ ജെൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ണിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് ആലുവേറ ജെല്ല് തരുന്നത്. നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചും കൂടെ എടുക്കുമ്പോൾ ഭയങ്കര നല്ലതാണ് കേട്ടോ ആലുവേറ ജെല്ല്. ആ ഒരു പഫിനെസ് മാറാൻ വേണ്ടിയിട്ടാണ് ആലുവേറ ജെല്ല് യൂസ് ചെയ്തിരിക്കുന്നത്. കോഫി പൗഡർ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടല്ലോ, ഡാർക്ക്നെസ്, അത് മാറാൻ വേണ്ടിയിട്ടാണ് കോഫി പൗഡർ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ആലുവേറ ജെല്ലും കോഫി പൗഡറും കൂടെ ചേരുമ്പോൾ അണ്ടർ ഐ ഡാർക്ക്നെസ്സിന് ഇതിലും ബെസ്റ്റ് ഒരു സംഭവം വേറെ ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാം മൈൽഡായിട്ടുള്ള സാധനങ്ങൾ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം. കാരണം നമ്മൾ കണ്ണിലാണ് വെക്കുന്നത്. ആലുവേറ ജെല്ല് വാങ്ങുമ്പോൾ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളതും കളറില്ലാത്തതും വാങ്ങുക കേട്ടോ. അതായത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടല്ലോ, വെള്ളത്തിനാണ് ഇരിക്കുന്നത്, ആ കളറുള്ളത് തന്നെ വാങ്ങുക. അല്ലാതെ ഒരു ഗ്രീൻ കളർ വരുന്നത് വാങ്ങരുത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കണ്ണിനടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കെമിക്കൽ ഇല്ലാത്ത രീതിയിലുള്ള ആലുവേറ ജെല്ല് പറ്റുമെങ്കിൽ വാങ്ങുക. ഇനിയിപ്പോൾ നാച്ചുറൽ ആലുവേറ ജെല്ല് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് നാച്ചുറൽ ചെയ്യുമ്പോൾ ഭയങ്കര ചൊറിച്ചിൽ പോലെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യണത്. പിന്നെ കോഫി പൗഡർ ഒരിക്കലും ഇൻസ്റ്റൻറ്റ് അല്ലാത്ത വേറെ ഒന്നും എടുക്കരുത്. ഇൻസ്റ്റൻറ്റ് ആണെങ്കിൽ മാത്രമാണ് ഇതേപോലെ ഒരു സെറം പോലെ നിൽക്കുള്ളൂ. ഇനി അതല്ലാതെ നിങ്ങൾ മറ്റേ എന്താ പറയുക തരി പോലത്തെ കോഫി പൗഡർ ഉണ്ടല്ലോ, അതൊന്നും ഒരു കാരണവശാലും വാങ്ങി മുഖത്തിടരുത് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ള കോഫി പൗഡർ, അതായത് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന ടൈപ്പുള്ള കോഫി പൗഡർ മാത്രം വാങ്ങുക. പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഓയിലാണ്, അത് 1-2 ക്യാപ്സൂൾ ചേർക്കാമെന്ന് ഞാനിപ്പോൾ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളത് മാത്രം, ഒരാഴ്ചയല്ല 1 മാസത്തേക്കുള്ളത് മാത്രം നിങ്ങൾ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പറ്റുമെങ്കിൽ ഇത് ഈ ഒരു സംഭവം വാങ്ങുക. നമ്മളിങ്ങനെ തേക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റാണ് ഈ ഒരു പാഡിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ.
അപ്പോൾ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞാലും കുറേ കമൻസിൽ വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് ഇതെങ്ങനെയാണ് അതെങ്ങനെ ഇവർക്ക് യൂസ് ചെയ്യാവോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എനിക്ക് കമൻസിൽ അറിയിക്കുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.